ഹലോ, നമുക്കിന്നൊരു അയല കുരുമുളകിട്ട് വറ്റിച്ചതുണ്ടാക്കിയാലോ? ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരൽപ്പം ഉലുവ കൂടിയിട്ട് പൊട്ടിച്ചെടുക്കുക. ശേഷം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 15 ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ചെറിയുള്ളിക്ക് പകരം സവാള എടുക്കാവുന്നതാണ്. ചെറിയുള്ളി ഇല്ല എങ്കിൽ നിങ്ങൾ സവാള എടുത്ത് ഇതേപോലെ ചെയ്യുക. ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കണം. ഒരു 10 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്ത് നന്നായി ചതച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് കൂടി കീറിയത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എരിവിന് വേണ്ടി നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് എരിവിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. പച്ചമുളകും കുരുമുളകും മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇവയെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ വഴറ്റിയതിന് ശേഷം നമ്മുടെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റാണ് ഇത് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് കുരുമുളക് പേസ്റ്റാണ്. ഞാൻ കുറച്ച് കുരുമുളക് എടുത്ത് ചൂടാക്കി അത് പൊടിച്ച് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയ കുരുമുളകാണിത്. ഈ കുരുമുളക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കണം. കുരുമുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നല്ലതുപോലെ വെന്ത് വരണം. ഇത് നന്നായി വെന്ത് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കണം. ചെറിയ തക്കാളി മതി, വലിയ തക്കാളി ഒന്നും വേണ്ട. ഈ തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് നല്ലതുപോലെ തക്കാളി വേവിച്ചെടുക്കണം. ഈ തക്കാളിയും ഈ മസാലപ്പൊടിയും എല്ലാം നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം നമ്മളൊരു ചെറിയ വാളൻ പുളിയുടെ ഒരു ചെറിയ ഉരുള എടുത്ത് വെള്ളത്തിലിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഈ വാളൻപുളി വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. വാളൻപുളിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്നുകൂടി വേവിച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന്, അതായത് ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം കുരുമുളകിട്ട് വറ്റിച്ചതായതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഉപയോഗിക്കാൻ പാടില്ല. 1 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ഒരു കുറുകിയ ചാറ് പോലെ വരണം. അതിലേക്ക് നമ്മൾ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയല ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കണം. അയല നല്ലതുപോലെ വരഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളകും ഇതിൻ്റെ എരിവും എല്ലാം നല്ലതുപോലെ പിടിച്ച് വരും. നമ്മുടെ അയല ഓരോന്നോരോന്നായി ഈ കുരുമുളക് ഇട്ട വെള്ളത്തിലേക്ക്, നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി ചുറ്റിച്ച് കൊടുക്കണം. നമ്മൾ തവിയിട്ട് ഇളക്കാൻ പാടില്ല, മീനെല്ലാം പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുറച്ച് കുറവായതുകൊണ്ട്, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇതാ നമ്മുടെ കുരുമുളകിട്ട് വറ്റിച്ച അയല റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.